വിഴിഞ്ഞം പദ്ധതിക്കെതിരായ നിലപാടിൽ നിന്ന് ലത്തീൻ അതിരൂപത പിന്മാറുന്നു. പദ്ധതിക്കെതിരെ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്താനിരുന്ന സമരപ്രഖ്യാപന കൺവെൻഷനിൽ നിന്ന് അതിരൂപത പിന്മാറി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ലത്തീൻ അതിരൂപത നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചെന്ന് നേതാക്കൾ അറിയിച്ചു. വിഴിഞ്ഞം പദ്ധതി കരാറിൽ അദാനിയും സംസ്ഥാന സർക്കാരും തിങ്കളാഴ്ച ഒപ്പിടാനിരിക്കെയാണ് പദ്ധതിക്കെതിരെ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്താൻ ലത്തീൻ അതിരൂപത തീരുമാനിച്ചത്. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു സമരപ്രഖ്യാപന കൺവെൻഷൻ നിശ്ചയിച്ചത്. ഇത് വെറും കൺവെൻഷൻ മാത്രമാക്കി ചുരുക്കാനാണ് സഭയുടെ തീരുമാനം. ഇന്ന് മുഖ്യമന്ത്രിയും അതിരൂപത നേതാക്കളും തമ്മിൽ ക്ലിഫ് ഹൗസിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ചർച്ച ആശാവഹമായിരുന്നെന്ന് ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര പറഞ്ഞു. ഇന്നത്തെ ചർച്ച തുടങ്ങി വെച്ചു, അതിൽ തൃപ്തിയുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി 150 ഏക്കർ നികത്തിയെടുക്കുമ്പോൾ മറുഭാഗത്ത് വെള്ളം കയറി നശിക്കുന്ന വീടുകളുടെ പുനരധിവാസത്തിന് പദ്ധതി തയ്യാറാക്കണമെന്നാണ് ലത്തീൻ സഭയുടെ പ്രധാന ആവശ്യം. സമരസമിതി ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് സമരസമിതി നേതാക്കൾക്ക് ലഭിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 5:30 സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ വിഴിഞ്ഞം പദ്ധതി കരാറിൽ അദാനിയും സംസ്ഥാന സർക്കാരും ഒപ്പുവയ്ക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.